സ്ട്രൈക്കിൽ ആനന്ദ് വിടും. ഓഹോ, ഇനി വേണ്ടത് 2 പന്തുകളിൽ 9 റണ്ണാണ്. ഒരു കൂട്ടം 6-ലൂടെ എനർജി 11. ആര് വിജയിക്കും ഈ മത്സരം? ഇതുപോലൊരാവേശം നിറഞ്ഞ ഫൈനൽ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എടുത്തെങ്ങാനും പറയൂ. സാധിക്കുന്ന ഓവറിൽ ഇരുവരെയും പുറത്താക്കിക്കൊണ്ട് BCC കളിയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് ന്യൂ ബാറ്ററായി എത്തുന്ന ആനന്ദ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വീണ്ടും എനർജിക്ക് അനുകൂലമാക്കി മാറ്റുന്നു. 26 ടീമുകൾ പങ്കെടുത്ത ACL സീസൺ ഫസ്റ്റ് ഫൈനൽ മത്സരം. നല്ലൊരു ഷോട്ട് സ്ട്രൈറ്റിലോട്ട്. അമീന 6 പായിക്കുന്നു ടോം ശങ്കറിനെതിരെ. ജയപരാജയങ്ങൾ മാറി മറിയുന്നു. വീണ്ടും വിക്കിയുടെ ബാറ്റിൽ നിന്നൊരു കൂറ്റൻ 6 പ്രദീപ് അപകടകാരിയായി മാറുന്നു. എനർജി 11 വേണ്ടി സ്കോർ ഉയർത്തുന്നു ഇരുവരും. അടുത്ത പന്ത് ഷിഹാബിന്റെ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് അങ്ങ് ദൂരേക്ക് 6 പറത്തുന്നു ഷിഹാബ്. അടുത്ത ബോൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട്. സെയിം ബോൾ സെയിം ഷോട്ട്. അങ്ങകലെ ബൗണ്ടറിയും കടന്നുകൊണ്ട് പന്ത് ദൂരേക്ക്. സനു തുടരെ 2 6 നേടുന്നു. BCC ദുബായ് 3 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 36. എനർജി 11 വേണ്ടി ടോം ശങ്കർ ആദ്യ ബോളർ ഫുൾ ടോസ് ബോളർ ബൗണ്ടറിയിലേക്ക്. ACL സീസൺ 1 ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. സ്ട്രൈക്കിൽ പ്രതീക്ഷ. വീണ്ടും ഒരു ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ടാ. ഒരു സിംഗിൾ റൺ. സ്ട്രൈക്കിലെത്തുന്നു അമീൻ. വീണ്ടും ഒരു ഗുഡൻ ഷോട്ട്. ബാക്ക് ടു ബാക്ക് 6 നേടുന്നു ഫീൽഡർക്ക് മുകളിലൂടെ. അമീൻ വർക്കലയുടെ ഇടിവെട്ട് താരം ടോം ശങ്കർ ഇതിൽ യഥേഷ്ടം റൺ വഴങ്ങുന്നു. അടുത്ത ബോൾ വീണ്ടും ലോങ് ഓഫിലേക്ക് ഒരു ഷോട്ട്. അതിമനോഹര ഷോട്ടിലൂടെ ബൗണ്ടറി നേടുന്നു അമീൻ. 4 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ BCC ദുബായ് 59 റൺസ് എടുത്തിരിക്കുന്നു. സ്ട്രൈക്കിൽ പ്രതീക്ഷ. ബൗളർ പ്രദീപ് ആദ്യ പന്ത് ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അമീൻ. പ്രദീപിനെതിരെ ഒരു കട്ട് ഷോട്ട്. ഒരു സിംഗിൾ റണ്ണോടി പൂർത്തിയാക്കുന്നു. എനർജി 11 വേണ്ടി ബോൾ ചെയ്യുന്നു പ്രദീപ്. BCCക്ക് വേണ്ടി പ്രതീഷ്. സ്ട്രൈക്കിൽ ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. പ്രദീപ് ബൗൾ ചെയ്തു. സ്ട്രൈക്കിൽ പ്രതീഷ്. ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഒരു സിംഗിൾ റൺ മാത്രം. പ്രതീഷിന്റെ അടുത്ത ബോളിൽ ഒരു കൂട്ടിനടിക്ക് ശ്രമിക്കുന്നു. ഫീൽഡർ ഓടിയെത്താൻ സാധിക്കുന്നില്ല. ഒരു സിംഗിൾ റൺ. ഈ ഓവറിൽ പ്രദീപ് എനർജി 11 വേണ്ടി നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു. അടിച്ചെടുക്കുന്നു. പ്രദീപ് തന്നെ റിട്ടേൺ കാഴ്ചെടുക്കുന്നു. പ്രതീഷിന്റെ വിക്കറ്റും നഷ്ടമാകുന്നു. BCCക്ക് 5ാമത്തെ ഓവറിൽ 3ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു. BCCക്ക് വേണ്ടി ന്യൂ ബാറ്റർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സാദിഖ് ക്രീസിലെത്തുന്നു. സാദിഖ് BCCക്ക് വേണ്ടി സ്ട്രൈക്കിൽ ഒരു സിംഗിൾ റൺ. 5 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 66. ന്യൂ ബാറ്റർ സാദിഖ് സ്ട്രൈക്കിൽ ബൗൾ ചെയ്യുന്നു. എനർജി 11 വേണ്ടി ഫൈസലിൻ്റെ 3ാമത്തെ ഓവറാണിത്. ഫൈസൽ ആദ്യ 2 ഓവറുകളിൽ 2 വിക്കറ്റ് എടുത്തിരുന്നു. എനർജി 11 വേണ്ടി സാദിഖ് ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അമീൻ. ഫൈനൽ മത്സരം ആവേശകരം. അമീൻ്റെ ഒരു ഷോട്ട് സ്ട്രൈറ്റിലോട്ട്. ഫീൽഡർക്ക് മിസ്സാകുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക്. BCCക്ക് വേണ്ടി സ്ട്രൈക്കിലുള്ളത് അമീനാണ്. കഴിഞ്ഞ പന്തിലൊരു ബൗണ്ടറി നേടിയിരുന്നു. ഫൈസൽ ബൗൾ ചെയ്യുന്നു. എനർജി 11 വേണ്ടി ഫൈസലിനെതിരെ കൂറ്റൻ ഷോട്ട്. അമീൻ ഫീൽഡർ ക്യാച്ച് എടുക്കുന്നു. അമീൻ ഔട്ടായി പുറത്തേക്ക്. BCCക്ക് അടുത്ത വിക്കറ്റും ക്യാപ്റ്റന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. നല്ലൊരു ഇന്നിങ്സ് കളിച്ചാണ് അമീൻ പുറത്തു പോകുന്നത്. ഫൈസൽ ഇന്ന് എനർജി 11 വേണ്ടി 3 വിക്കറ്റുകൾ നേടിയിരുന്നു. അടുത്ത ബോൾ ആദ്യ പന്ത് ന്യൂ ബാറ്റർ ഷിഹാബ്
ഒരു സിംഗിൾ റൺ നേടുന്നു. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സാദിഖ് സ്ട്രൈക്കിൽ ബോൾ ചെയ്യുന്നു. ഫൈസലിൻ്റെ ഒരു ബോൾ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട് ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ നേടുന്നു. 7ാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിരിക്കുന്നു പ്രദീപ. കഴിഞ്ഞ ഓവറിൽ ഫൈസലും ഒരു വിക്കറ്റ് നേടിയിരുന്നു. ഫൈസൽ ഇട്ടു ഈ ഫൈനൽ മാച്ചിൽ 3 വിക്കറ്റ് ഇതിനകം നേടിക്കഴിഞ്ഞു. ആദ്യ ബോൾ ഒരു ഡോട്ട് ബോൾ. പ്രദീപിൻ്റെ മനോഹരമായ ഒരു സിംഗർ. സിസിക്ക് വേണ്ടി സ്ട്രൈക്കിലുള്ളത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സാദിഖ്. അപകടകാരിയാണ് അദ്ദേഹം. പക്ഷേ എഡ്ജെടുത്ത് കീപ്പർ ക്യാച്ച്. 5ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു. ന്യൂ ബാറ്റർ എത്തിയിരിക്കുന്നു സനോ സുബൈർ. ബൗൾ ചെയ്തു പ്രദീപ്. 7ാമത്തെ ഓവറിലെ 2ാമത്തെ ബോൾ. ആദ്യ ബോൾ ഒരു സിംഗിൾ റൺ സനു നേടുന്നു. അടുത്ത ബോൾ അവസാനം അമ്പയർ ഡിസിഷൻ വരുന്നു. നോട്ട് ഔട്ട്. ഷിഹാബ് ബാറ്റിംഗ് തുടരുന്നു. ഡിസിഷൻ ലഭിച്ചതിന് ശേഷമുള്ള ആദ്യ പന്ത് 6ലേക്ക് ഷിഹാബ് BCCക്ക് വേണ്ടി. 7 ഓവർ പിന്നിടുമ്പോൾ BCCയുടെ സ്കോർ 5 വിക്കറ്റ് നഷ്ടത്തിൽ 80 റൺസ്. എനർജി 11 വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു അരുള. സ്ട്രൈക്കല്ല BCCക്ക് വേണ്ടി. 8ാമത്തെ ഓവറിൽ ആദ്യ ബോൾ ഒരു വൈഡ് ബോൾ. സ്ട്രൈക്കല്ല സനം. ഒരു സിംഗിൾ റൺ. അടുത്ത ബോൾ റൺ നേടാൻ കഴിയുന്നില്ല. ഫീൽഡറുണ്ട്. ബോൾ ഉയർത്തെടുക്കുന്നു ഫീൽഡർ. ഒരു മുഴുവൻ നീളൻ ഡൈവ്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലൊതുക്കാൻ സാധിക്കുന്നില്ല. ഒരു സിംഗിൾ നേടുന്നു. അരുളിന്റെ ബൗളിങ്. സ്ട്രൈക്കല്ല സനു. ഈ പന്തിൽ 6 നേടുമോ? നല്ലൊരു ഷോട്ട് ഓഫിലേക്ക്. ഫീൽഡറുണ്ട് അവിടെ. ഒരു സിംഗിൾ റൺ നേടുന്നു. 36 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ നിന്ന് ആദ്യ സീസണിന്റെ ഫൈനലിലെത്തിയിരിക്കുന്നത് എനർജി 11ഉം BCC ദുബൈയുമാണ്. ശക്തരായ ടീമുകൾ തന്നെയാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സ്ട്രൈക്കിൽ ഷിഹാബ്. അടുത്ത പന്ത് ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. വിട്ടുകളയുന്നു ഫീൽഡർ. ഇരുവരും കൺഫ്യൂസിലായിക്കൊണ്ട് വീണ്ടും ഒരു അനായാസ ക്യാച്ച് വിട്ടുകളയുന്നു. പക്ഷേ നല്ലൊരു ഓവറാണ് എനർജി 11 വേണ്ടി ചെയ്തത്. വെറും 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 2 ക്യാച്ച് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനർജി 11 ഫീൽഡേഴ്സ് അത് വിട്ടുകളഞ്ഞു. 8 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ BCC 80. ആനന്ദ് ബൗൾ ചെയ്യുന്നു. ആദ്യ പന്ത് തന്നെ സനു. ഒരു കൂറ്റൻ ഷോട്ട് 6ലേക്ക്. സനുവിന്റെ ബാറ്റിൽ നിന്ന് ആദ്യ ബൗണ്ടറി പിറക്കുന്നു BCCക്ക് വേണ്ടി. ഘട്ടത്തിൽ BCCക്ക് ഒരു പാർട്ട്ണർഷിപ്പ് അനിവാര്യമാണ്. ഷിഹാബിലൂടെ സനുവിലൂടെ അത് BCC നേടിയെടുക്കുമോ? നമുക്ക് കാത്തിരിക്കാം. അടുത്ത പന്ത് സ്ട്രൈക്കിൽ സനു. അടുത്ത ബോൾ സനു ലെഗ് സൈഡിലേക്ക്. വീണ്ടും ഒരു ഷോട്ട്. ബൗണ്ടറി നേടുന്നു BCCക്ക് വേണ്ടി. തുടരെ BCC ഒരു ശക്തമായി തിരിച്ചു വരവിൽ ശ്രമിക്കുന്നു. തുടരെ 2 ബൗണ്ടറികൾ നേടുന്നു സനു. ബൗൾ ചെയ്യുന്ന എനർജി 11 വേണ്ടി ആനന്ദ്. എറിഞ്ഞ ആദ്യ 2 പന്തുകളും ബൗണ്ടറികൾ വഴങ്ങിയിരിക്കുന്നു. അടുത്ത പന്ത് നല്ലൊരു കംബാക്ക് ആനന്ദ്. ഒരു ഡോട്ട് ബോൾ. അടുത്ത ബോൾ വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട്. പന്ത് 6ലേക്ക്. ഈ ഓവറിൽ 2 6കളും ഒരു 4ഉം നേടിയിരുന്നു സനു സുബൈറിന്റെ ബാറ്റിൽ നിന്ന് BCCക്ക് വേണ്ടി. 8 ഓവറും 5 പന്തുകളും പിന്നിടുമ്പോൾ സനുവിന്റെ 6ലൂടെ BCC 100 എന്ന സ്കോറിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഓവറിൽ അവസാന ബോൾ. സ്ട്രൈക്കിൽ സനു സുബൈർ. ഒരു സിംഗിൾ റൺ നേടുന്നു. 9 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ BCC 101. വളരെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. 36 ടീമുകൾ പങ്കെടുത്ത ഫൈനൽ എനർജി 11 BCC ദുബൈ. ആവേശകരമായ ഫൈനൽ. 9 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ BCC 101 റൺസ്. ഷിഹാബ് സനു സുബൈർ പാർട്ട്ണർഷിപ്പ് പിറ്റിക്കാൻ കഴിയുന്നില്ല. ശക്തമായൊരു ചർച്ചയിലാണ് എനർജി 11. BCCക്ക് വേണ്ടി ഷിഹാബ് സനു. 11 വേണ്ടി 10ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു വിക്കി. BCCക്ക് വേണ്ടി സ്ട്രൈക്കിലുള്ളത് സനു.
ആദ്യ ബോൾ സിക്സ് അടിച്ചു തുടങ്ങുന്നു. 10ാമത്തെ ഓവറിൽ ആദ്യ ബോൾ സനു കൂറ്റൻ സിക്സ്. യുടെ ആദ്യ പന്തിനെ വരവേറ്റത് സനു സിക്സിലൂടെയായിരുന്നു. അടുത്ത ബോൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട്, സെയിം ബോൾ സെയിം ഷോട്ട്. അങ്ങകലെ ബൗണ്ടറിയും കടന്നുകൊണ്ട് പന്ത് ദൂരേക്ക്. സനു തുടരെ 2 സിക്സുകൾ നേടുന്നു BCCക്ക് വേണ്ടി. 3ാമത്തെ ബോൾ 2 പന്തുകളും സിക്സിൽ പറത്തിയിരുന്നു സനു. നല്ലൊരു കംബാക്ക്. വിക്കി 2 സിക്സുകൾ വഴങ്ങിയതിന് ശേഷം ഒരു ഡോട്ട് ബോൾ. അടുത്ത ബോൾ ഒരു കൂറ്റൻ അടിയിലൂടെ സിക്സർ നേടുന്നു. അവസാന ഓവറുകളിൽ ടീമിന് വേണ്ടി ആഞ്ഞടിക്കുന്ന ഒരു ബാറ്ററാണ് സനു. ഈ ഓവറിൽ 4 പന്തുകളിൽ 3 സിക്സുകൾ നേടുന്നു. അടുത്ത ബോൾ വീണ്ടും നല്ലൊരു ഷോട്ട്. സ്ട്രൈറ്റ് ഫീൽഡർ ഉണ്ട്. ഫീൽഡറുടെ കരങ്ങളിൽ സനുവിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. BCCക്ക് 4 സിക്സുകൾ വഴങ്ങിയതിന് ശേഷം വിക്കിയുടെ ബൗളിംഗിൽ സനുവിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. BCCക്ക് വേണ്ടി ന്യൂ ബാറ്റർ റഫീഖ് സ്ട്രൈക്കിലെത്തുന്നു. ബൗൾ ചെയ്തു വിക്കി. ഓവറിൽ അവസാന ബോൾ 4 സിക്സുകൾ വഴങ്ങിയതിന് ശേഷം ഒരു വിക്കറ്റ് നേടിയിരുന്നു വിക്കി. അവസാന ബോൾ ഒഴിവാക്കി വിടുന്നു റഫീഖ്. ഓവർ പൂർത്തിയാകുന്നു. 10 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ BCC 121. സ്ട്രൈക്കിൽ ഷിഹാബ്. എനർജി 11 വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു പ്രദീപ്. ആദ്യ ബോൾ ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഒരു സിംഗിൾ റൺ. നല്ലൊരു ഗോൾ. ഓവറും ഒരു ബോളും പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 122. പ്രദീപ് ബൗൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ റഫീഖ്. ഒരു ഡോട്ട് ബോൾ. 6 ടീമുകൾ പങ്കെടുത്ത SCL സീസൺ 1 ഫൈനലാണ് നടക്കുന്നത്. BCC ദുബൈ എനർജി 11. വാശിയേറിയ മത്സരം. 11 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ BCC 123. 5 ഓവറുകൾ ബാക്കി നിൽക്കുന്നു. 12ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു എനർജി 11 വേണ്ടി അരുള്ള. ആദ്യ പന്ത് റണ്ണിടാൻ കഴിയുന്നില്ല. നുവിൻ്റെ വിക്കറ്റ് വീണതിന് ശേഷം സ്കോർ ഉയർത്താൻ സാധിക്കുന്നില്ല BCCക്ക്. സ്ട്രൈക്കിൽ റഫീഖ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. എനർജി 11 വേണ്ടി കഴിഞ്ഞ ഓവർ പ്രദീപ് വളരെ നന്നായി പന്തെറിഞ്ഞിരുന്നു. ഇപ്പോഴിതാ അരുളും നന്നായി പന്തെറിയുന്നു. എനർജി 11 ഒരു തിരിച്ചു വരവ്. വാശിയേറിയ മത്സരം. ഫൈനൽ. അടുത്ത പന്ത് റഫീഖ്. ഒരു കൂറ്റൻ ഷോട്ട്. അങ്ങനെ സിക്സിലേക്ക് കണക്ഷൻ ലഭിക്കുന്നു റഫീഖിന്. ക്രിക്കറ്റിന്റെ എല്ലാ വേഷങ്ങളും ഓടിയെത്തുന്ന ഫൈനൽ. വീണ്ടും ഒരു ഷോട്ട്. അവിടെ ഒരു സിംഗിൾ റൺ. സ്ട്രൈക്ക് ഷിഹാബിലേക്ക് എത്തുന്നു. ഷിഹാബ് അരുളിന്റെ നല്ല മനോഹരമായൊരു ബോള്. പക്ഷേ അതിൽ സിംഗിൾ നേടുന്നു. ഓവറിൽ അവസാന ബോൾ. റഫീഖ് ഈ പന്തിൽ 6 നേടുമോ? അരുള വിക്കറ്റ് എടുക്കുമോ? രണ്ടും സംഭവിക്കുന്നില്ല. ഒരു സിംഗിൾ റൺ. SCL സീസൺ 1 ആര് കപ്പ് നേടുമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണെന്ന് സംഭവിക്കുന്നത്. BCC 12 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 132. ആനന്ദ് ബൗൾ ചെയ്യുന്ന എനർജിക്ക് വേണ്ടി. ആദ്യ പന്ത് റഫീഖ്. ഒരു സിംഗിൾ റൺ. ജ്യേഷ്ഠം റൺ വരുന്ന പിച്ചാണത്. ഇനി 23 പന്തുകൾ ശേഷിക്കുന്നു. ഷിഹാബ് സ്ട്രൈക്കിൽ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ റൺ. റഫീഖ് സ്ലിപ്പാകുന്നു. ബൗണ്ടറിയിൽ ക്യാച്ച് എടുക്കുന്നു റഫീഖിന്. റഫീഖ് ബാറ്റ് ചെയ്ത സമയത്തൊന്ന് സ്ലിപ്പായി പോയിരുന്നു. നല്ലൊരു ഷോട്ടായിരുന്നു. പക്ഷേ ഫീൽഡർ കൈകളിൽ ഒതുക്കി. റഫീഖിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. 7ാമത്തെ വിക്കറ്റ് BCCക്ക് നഷ്ടമായിരിക്കുന്നു. ബാറ്റർ റിയാസ്. ആദ്യ പന്ത് ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഷിഹാബ്. ഷിഹാബ് ഒരു ഡോട്ട് ബോൾ. അവസാന ഓവറുകളിൽ എനർജി 11 പിടിമുറുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അടുത്ത പന്ത് ഷിഹാബിന്റെ ഒരു ഹെലികോപ്റ്റർ ഷോട്ട്. അങ്ങ് ദൂരേക്ക് 6 പറത്തുന്നു ഷിഹാബ്.
എനർജി 11 വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു പ്രദീപ്. 13 ഓവർ പിന്നിടുമ്പോൾ BCC 7 വിക്കറ്റ് നഷ്ടത്തിൽ 141. സ്ട്രൈക്കിൽ റിയാസ്. പ്രദീപിന്റെ ആദ്യ ബോൾ ഒരു സിംഗിൾ റൺ നേടുന്നു. ഷിഹാബ് വീണ്ടും ഒരു ഹെലികോപ്റ്റർ ഷോട്ട് 6 നേടുന്നു. കഴിഞ്ഞ ഓവറിൽ അവസാന പന്തിലും സെയിം ഷോട്ട് 6 നേടിയിരുന്നു. പ്രദീപ് ബൗൾ ചെയ്യുന്നു മൂന്നാമത്തെ ബോൾ. സ്ട്രൈക്കിൽ ഷിഹാബ് വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട് 6ലേക്ക്. തുടരെ ഓവറിൽ 2 സിക്സുകൾ ബാക്ക് ടു ബാക്ക് 6കൾ നേടുന്നു BCCക്ക് വേണ്ടി ഷിഹാബ്. അടുത്ത ബോൾ പ്രദീപ്, ഒരു ലെഗ് സൈഡ് ബോൾ. വീണ്ടും ഷിഹാബ് ഒരു കൂറ്റൻ ഷോട്ട് 6ലേക്ക്. തുടരെ 6കൾ നേടുന്നു BCCക്ക് വേണ്ടി ഷിഹാബ്. അവസാന ഓവറുകളിൽ BCCക്ക് വേണ്ടി സ്കോർ ഉയർത്തുന്നു ഈ ഫൈനൽ മത്സരത്തിൽ ഷിഹാബ്. 2 ഓവറുകളിൽ എനർജി 11 കയ്യിലായിരുന്നു കളിയെങ്കിൽ ഇപ്പോഴിതാ തിരിച്ചെത്തുന്നു BCC ഷിഹാബിലൂടെ. പ്രദീപിന്റെ അടുത്ത ബോൾ, അടുത്ത പന്ത് ഉയർത്തിയടിക്കുന്നു. ലോങ് ഓഫിലേക്ക് ഒരു 6 നേടുന്നു. ഈ ഓവറിൽ ഷിഹാബിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 3 പട്ട് കൂറ്റൻ 6കൾ. 2 ഓവറുകളിൽ കളി പിടിച്ചത് എനർജി 11 ആണെങ്കിൽ എനർജി 11 വേണ്ടി പ്രദീപ് എറിഞ്ഞ കഴിഞ്ഞ ഓവറിൽ 3 6കൾ നേടിക്കൊണ്ട് BCC കളിയിലേക്ക് തിരിച്ചു വരുന്നു. അതിന് മുന്നത്തെ 2 ഓവറുകളിൽ എനർജി 11 വളരെ നന്നായി പന്തെറിഞ്ഞ് BCCയെ മുൾമുനയിൽ നിർത്തിയതാണ്. പക്ഷേ തിരിച്ചെത്തുന്നു BCC. 14 ഓവറുകൾ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 169. ബൗൾ ചെയ്യാനെത്തുന്നു ആനന്ദ്. ആനന്ദിന്റെ ആദ്യ പന്തിൽ റിയാസ് ഒരു സിംഗിൾ. സ്ട്രൈക്ക് മാറുന്നു ഷിഹാബിന്. ശേഷിക്കുന്നത് 11 പന്തുകൾ. ഒരു ഫുൾ ടോസ് ബോൾ, ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ റൺ. റിയാസിന്റെ ബാറ്റിൽ നിന്ന് 6 പിറക്കുമോ? ബോൾ ചെയ്യുന്നു ആനന്ദ്. ഒരു ഫുൾ ടോസ് ബോൾ അങ്ങകലെ ബൗണ്ടറിക്ക് പുറത്തേക്ക് 6 പറത്തുന്നു. റിയാസിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നു 6. അടുത്ത ബോൾ വീണ്ടും ഒരു ഷോട്ട് സ്ട്രൈറ്റിലോട്ട്. ഫീൽഡറുണ്ട്. ഫീൽഡർക്ക് മുകളിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് ബൗൺസ് ചെയ്തു പോകുന്നു. ഫീൽഡർ നിസ്സഹായനാകുന്നു. റിയാസിന്റെ ബാറ്റിൽ നിന്നും ഒരു 4 പിറക്കുന്നു. ലോഗോണിലേക്ക് ഒരു പട്ടുകൂറ്റൻ 6. റിയാസും എനർജിയിലേക്കുന്നു. എനർജി 11-എതിരെ BCCക്ക് വേണ്ടി എനർജി 6 നേടുന്നു റിയാസ്. ഓവറിലെ അവസാന ബോൾ റിയാസ് ഇത് 6 നേടുമോ? നല്ലൊരു തിരിച്ചുവരവ് ആനന്ദ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. ACL സീസൺ ഫസ്റ്റിന്റെ ഫൈനൽ മത്സരം BCC വേഴ്സസ് എനർജി 11. അതേ ഇന്നിങ്സിലെ അവസാന ഓവർ. ബൗൾ ചെയ്യുന്നു അരുൾ. സ്ട്രൈക്കിൽ റിയാസ്. ആദ്യ പന്ത് ഒരു ഡോട്ട് ബോൾ. 15 ഓവറും 1 ബോളും പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 188. ഈ ഓവറിൽ 6കൾ നേടി 200ലേക്ക് സ്കോർ കൊണ്ടെത്തിക്കുമോ? അടുത്ത പന്ത് ഒരു വൈഡ് സിഗ്നൽ. 200ലേക്ക് BCCയുടെ സ്കോർ എത്തിക്കുമോ? 5 പന്തുകൾ ശേഷിക്കുന്നു. ഒരു ഫുൾ ടോസ് ബോൾ, കൂറ്റൻ ഷോട്ട്. ഫീൽഡർ ടോം ശങ്കർ കൈകളിൽ ഒതുക്കുന്നു. നല്ല മനോഹരമായ ക്യാച്ച് എനർജി 11 വേണ്ടി. BCCക്ക് വേണ്ടി ന്യൂ ബാറ്റർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഷാനു. അവസാന ഓവറാണ്. ശേഷിക്കുന്നത് 4 പന്തുകൾ. അദ്ദേഹം നേരിടുന്ന ആദ്യ പന്ത് ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് ഷിഹാബിലേക്ക് മാറുന്നു. 18 പന്തിൽ 40 റൺസുമായി ഷിഹാബ് ക്രീസിൽ തുടരുന്നു. BCCക്ക് വേണ്ടി 5 6കൾ അടങ്ങിയ അതിമഹത്തായ ഇന്നിങ്സ്. 18 പന്തിൽ 40 റൺസ്. ഇനി 3 പന്തുകൾ ശേഷിക്കുന്നു. 2 6കൾ നേടിക്കൊണ്ട് ഷിഹാബ് 50 നേടിക്കൊണ്ട് ഷിഹാബ് 200ലേക്ക് ടീമിനെത്തിക്കും. ആദ്യ പന്ത് തന്നെ അദ്ദേഹം സ്ട്രൈക്കിലെത്തി. ആദ്യ പന്ത് തന്നെ 6 നേടുന്നു. ഒരു
ഘട്ടത്തിൽ BCC തകർന്നതാണ്. അവിടെ നിന്നാണ് നല്ലൊരു ഇന്നിങ്സുമായി കൊണ്ട് ടീമിനെ ഈ ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നത്. 196 അവസാന ബോൾ 6-ലൂടെ ടീം 200-ലേക്ക്, ഷിഹാബ് 50-ലേക്ക്. പക്ഷെ സാധ്യമാകുന്നില്ല, എല്ലാം സങ്കല്പങ്ങളായി മാറുന്നു. ഷിഹാബ് പക്ഷേ അതിമഹത്തായ ഇന്നിങ്സ് ആണെന്ന് കളിച്ചത്. അദ്ദേഹം 50 നേടിയില്ലെങ്കിലും 20 പന്തുകളിൽ 46 റൺസുമായി കൊണ്ട് BCCക്ക് നല്ലൊരു സ്കോറാണ് നേടിക്കൊടുത്തത്. 197 വിജയലക്ഷ്യം. എനർജി 11 വേണ്ടി ഓപ്പണിംഗ് ബാറ്റർ സഹീർ അലി അരുൾ ക്രീസിലേക്ക് എത്തുന്നു. ആവേശകരമായ ഫൈനൽ മത്സരം. BCC ദുബായ് ആദ്യം ബാറ്റ് ചെയ്ത് 9 വിക്കറ്റ് നഷ്ടത്തിൽ 196 നേടിയിരുന്നു. ACL സീസൺ ഫസ്റ്റ് ഫൈനൽ. ആദ്യ ബോൾ 198 വിജയലക്ഷ്യം. ആദ്യ ബോൾ സഹീർ ഉയർത്തിയടിക്കുന്നു. അനായാസ ക്യാച്ച്. റിയാസിന്റെ പന്തിൽ റിയാസ് ക്യാച്ച് എടുത്തുകൊണ്ട് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു എനർജി 11. ന്യൂ ബാറ്റർ നിതിൻ ക്രീസിലെത്തുന്നു. 197 വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് തുടങ്ങിയ എനർജി 11 ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായിരുന്നു. രണ്ടാമത്തെ ബോൾ ലെഗ് സൈഡിലോട്ട് ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ റൺ. നല്ലൊരു തുടക്കമാണ് റിയാസിന്റെ ബൗളിങ്ങിലൂടെ BCCക്ക് ലഭിച്ചിരിക്കുന്നത്. എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ റിയാസ് വിക്കറ്റ് നേടിയിരുന്നു. സ്ട്രൈക്കിലെത്തുന്നു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ അരുള. ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്. ലോങ് ഓണിലും ലോങ് ഓഫിലും ഫീൽഡറുണ്ട്. ഒരു ഡോട്ട് ബോൾ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ആദ്യ വിക്കറ്റ് വീണ ഒരു പ്രഷറിലാണ്. അമ്പയർ വൈഡ് സിഗ്നൽ. BCCക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ അമീൻ. വളരെ കൃത്യതയോടെ പന്തെറിയുന്നു BCCക്ക് വേണ്ടി റിയാസ്. ഒരു സിംഗിൾ റൺ. ഓവറിൽ അവസാന ബോൾ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഉണ്ട് സാദിഖ്. അനായാസ ക്യാച്ച് സാദിഖിന്റെ കൈകളിൽ. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റ് നഷ്ടമാകുന്നു. 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നു എനർജി 11 റിയാസിന്റെ ബൗളിംഗിൽ. റിയാസ് നല്ല മനോഹരമായ ബൗളിംഗ്. ആദ്യ ഓവറിൽ 2 വിക്കറ്റുകൾ നേടുന്നു. സാദിഖിന് ആദ്യം ക്യാച്ച് ഒന്ന് സ്ലിപ്പായി പോയിരുന്നു, പക്ഷെ അദ്ദേഹം അത് വീണ്ടെടുത്തു. വിലപ്പെട്ട വിക്കറ്റാണ് ആ ക്യാച്ചിലൂടെ നേടിയിരിക്കുന്നത് BCC. ഫീൽഡർ 2 റണ്ണോടി പൂർത്തിയാക്കുന്നു. നല്ലൊരു ഷോട്ട് അരുളിന്റെ ബാറ്റിൽ നിന്ന്. പ്രതീഷ് ബൗൾ ചെയ്യുന്നു. അരുളിന്റെ ബാറ്റിൽ നിന്നൊരു കൂറ്റൻ 6. എനർജി 11 വേണ്ടി ആദ്യ 6 പിറക്കുന്നു രണ്ടാമത്തെ ഓവറിൽ. അടുത്ത ബോൾ ലോങ് ഓണിലേക്ക് ഒരു 6 നേടുന്നു. തുടരെ ബാക്ക് ടു ബാക്ക് 6 അരുളിന്റെ ബാറ്റിൽ നിന്ന് എനർജി 11 വേണ്ടി. 36 ടീമുകൾ പങ്കെടുത്ത ACL സീസൺ ഫസ്റ്റിന്റെ ഫൈനൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യ ഓവറിൽ 2 വിക്കറ്റുകൾ എനർജി 11 നഷ്ടമായിരുന്നു. 3 റൺസിന് 2 വിക്കറ്റ്. രണ്ടാമത്തെ ഓവറിൽ പ്രതീഷിനെതിരെ തുടരെ 2 6 നേടിക്കൊണ്ട് അരുളിന്റെ ഒരു ബാറ്റിങ്ങിലൂടെയുള്ള ശക്തമായ തിരിച്ചുവരവ്. അടുത്ത ബോൾ നല്ലൊരു തിരിച്ചുവരവ് പ്രതീഷ്. 2 6 വഴങ്ങിയതിന് ശേഷം പ്രതീഷിന്റെ നല്ലൊരു തിരിച്ചുവരവ് കഴിഞ്ഞ മതിൽ കാണാൻ സാധിച്ചു. അടുത്ത ബോൾ എത്തടിക്കുന്നു. കൺഫ്യൂസിലായി പോകുന്നു. ഒരു സിംഗിൾ റൺ. പ്രതീഷ് ഒരു സിംഗിൾ റൺ. പവർ പ്ലേയിൽ ഒരു ബൗളിംഗ് ചേഞ്ച് കൊണ്ടുവരുന്നു. മൂന്നാമത്തെ ഓവർ തിരിക്കുന്നു റിയാസ് ഷാബുദ്ദീൻ. എനർജി 11 2 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 20. റിയാസ് ഷാബുദ്ദീന്റെ നല്ലൊരു ബൗളിംഗ്. ആദ്യ ഡോട്ട് ബോളാണ്. അടുത്ത ബോൾ റിയാസ് ഷാബുദ്ദീന്റെ ഈ ഓവറിൽ 1 വിക്കറ്റ് നഷ്ടമായിരുന്നു. ഒരു സിംഗിൾ റൺ നേടുന്നു. ഒരു സ്ലോ ബൗളിങ്ങിലൂടെ ബാറ്ററെ കൺഫ്യൂസിലാക്കുന്നു റിയാസ് ഷാബുദ്ദീൻ. 11 വേണ്ടി ന്യൂ ബാറ്റർ സ്ട്രൈക്കിൽ വിക്കി. ഓഫിലേക്ക് ഒരു ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. 3 ഓവർ പിന്നിടുമ്പോൾ എനർജി 11 3 വിക്കറ്റ് നഷ്ടത്തിൽ 28 റൺസ്. ഓപ്പണിംഗ് ഇറങ്ങിയ അരുള എനർജി 11 വേണ്ടി ക്രീസിലുണ്ട്.
ബോൾ ചേർത്തുന്നു റിയാസ്. ആദ്യ ബോൾ സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്, നല്ലൊരു ഫീൽഡ് ചെയ്യുന്നു മയൂർ. ആവേശകരമായ ഫൈനൽ. അരുളിന് എനർജി 11 വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. എനർജി 11 വിശ്വസ്തനായ ബാറ്ററാണ് അരുൾ. അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് സ്കോർ വന്നാൽ മാത്രമേ എനർജി 11 സാധ്യതയുള്ളൂ. 197 ടാർഗറ്റ്. റിയാസ് ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ BCCക്ക് വേണ്ടി നേടിയിരുന്നു. ക്ലീൻ ബൗൾഡ് ആകുന്നു റിയാസ്. 3ാമത്തെ വിക്കറ്റ് നേടുന്നു BCCക്ക് വേണ്ടി. ഇതൊരു ഫൈനലാണെന്ന് ഓർക്കണം. ഈ ഫൈനലിലാണ് ഇത്തരം ഒരു പ്രകടനം. റിയാസിന്റെ ബൗളിംഗിൽ BCC പിടിമുറുക്കുന്നു. 3 ഓവറും 2 പന്തുകളും പിന്നിടുമ്പോൾ എനർജി 11 4 വിക്കറ്റുകൾ നഷ്ടമായിരിക്കും. ന്യൂ ബാറ്റർ ഫൈസൽ ഓഫിലേക്ക്, നല്ലൊരു ഷോട്ട്, പന്ത് ബൗണ്ടറിയിലേക്ക്. നേരിട്ട് ആദ്യ ബോൾ തന്നെ ബൗണ്ടറിയിലേക്ക് പായിച്ചിരിക്കുന്നു ഫൈസൽ. ഇന്ന് ബൗളിങ്ങിലും ഫൈസൽ എനർജി 11 വേണ്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 3 വിക്കറ്റുകൾ നേടിയിരുന്നു ഫൈസൽ. 36 ടീമുകൾ പങ്കെടുത്ത ACLന്റെ ആദ്യ സീസൺ ഫൈനൽ. നല്ലൊരു ഹെലികോപ്റ്റർ ഷോട്ട്, പന്ത് ബൗണ്ടറിയിലേക്ക്. തുടരെ 2 പന്തുകൾ ബൗണ്ടറി നേടുന്നു ഫൈസൽ. വിജയലക്ഷ്യം 197. നല്ലൊരു ബൗളിംഗ് റിയാസ. ഒരു സിംഗിൾ റൺ, സിംഗിൾ ഡബിൾ ആക്കി മാറ്റുന്നു. 4 ഓവർ പിന്നിടുമ്പോൾ എനർജി 11 39 റൺസിന് 4 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. സ്ട്രൈക്കിൽ VK. ബൗൾ ചെയ്യാനെത്തുന്നു BCCക്ക് വേണ്ടി അബു താഹിർ. ആദ്യ ബോൾ നല്ലൊരു ഷോട്ട്, VK ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ ഉണ്ട്, ഒരു സിംഗിൾ മാത്രമാണ് ലഭിക്കുന്നത്. സ്ട്രൈക്കിലെത്തുന്നു ഫൈസൽ. ബോൾ നല്ലൊരു ഷോട്ട്, ഫീൽഡർ ഉണ്ട്, പക്ഷേ ഒരു സിംഗിൾ റണ്ണോട് പൂർത്തിയാക്കുന്നു. അടുത്ത ബോൾ ഒരു സിംഗിൾ റണ്ണ. തുടക്കത്തിൽ നിന്ന് 4 വിക്കറ്റ് നഷ്ടമായതുകൊണ്ട് വലിയ അടികളിലേക്ക് പോകുന്നില്ല എനർജി 11. ഫൈസൽ നല്ലൊരു യോർക്കർ ബോള്, പക്ഷെ അതിൽ സിംഗിൾ നേടുന്നു. യുവത്വത്തിൻ്റെ പ്രസരിപ്പിലാണ് എനർജി 11 ഫൈനലിലെത്തിയതെങ്കിൽ എക്സ്പീരിയൻസും കള്ളിമിടുക്കും കൊണ്ട് ഫൈനലിലെത്തിയ ടീമാണ് BCC. അടുത്ത ബോളർ ഫൈനലിലേക്ക് ഡബിൾ റൺ പൂർത്തിയാക്കുന്നു. ആദ്യ വിക്കറ്റ് വീഴ്ചയുടെ പ്രഹരത്തിൽ നിന്ന് തിരിച്ചെത്താൻ എനർജി 11 വിക്കിയിലൂടെ സാധിക്കുമോ? അടുത്ത ബോൾ നല്ലൊരു ഷോട്ട്, ഡബിൾ റൺ ആക്കി മാറ്റുന്നു. അത് നല്ല റണ്ണിങ്. BCCക്ക് വേണ്ടി ക്യാപ്റ്റൻ അമീൻ ഒരു ബൗളിംഗ് ചേഞ്ച് ഷാനുവിനെ കൊണ്ടുവരുന്നു. 5 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 47. 6ാമത്തെ ഓവറിൽ ആദ്യ ബോൾ ഉയർത്തിയടിക്കുന്നു ഫീൽഡർ മയൂരൻ, പക്ഷേ വിട്ടുകളയുന്നു. ഒരനായാസ ക്യാച്ച്. അടുത്ത ബോൾ വീണ്ടും ഉയർത്തിയടിക്കുന്നു ഫീൽഡർ. അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. 2 പന്തുകളിൽ തുടർച്ച ക്യാച്ചുകൾ വിട്ടുകളയുന്നു. അന്നുവിന്റെ നല്ലൊരു ബൗളിംഗ് ആണ്, പക്ഷേ വീണ്ടും 3ാമത്തെ അവസരത്തിൽ ക്യാച്ച് എടുക്കുന്നു. ആദ്യ 2 അവസരങ്ങൾ വിട്ടുകളഞ്ഞ് 3ാമത്തെ അവസരം BCCI പിടിമുറുകുന്നു. 5ാമത്തെ വിക്കറ്റും എനർജി 11 നഷ്ടമാകുന്നു. ഫൈസൽ ഔട്ടായി പുറത്തേക്ക്. വിക്കറ്റുകൾ 49 റൺസിനിടയ്ക്ക് എനർജി 11 നഷ്ടമായിരിക്കുന്നു. പക്ഷേ നിങ്ങൾ കരുതുന്നുണ്ടാകും ഇത് ഏകപക്ഷീയ മത്സരമെന്ന്. ഇവിടെ ന്യൂ ബാറ്ററായി എത്തിയിട്ടുള്ള പ്രദീപ് അപകടകാരിയാണ്. BCC ഇനിയും പേടിക്കേണ്ടതുണ്ട്. പ്രദീപിന് എനർജി 11 വിജയത്തിലെത്തിക്കാൻ സാധിക്കുമോ? ഒരു ഡോട്ട് ബോള് വീണ്ടും ഒഴിവാക്കി വിടുന്നു. തുടരെ 3 ഡോട്ട് ബോളുകൾ. 6 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 49. എനർജി 11 വേണ്ടി സ്ട്രൈക്കൽ വിക്കി. ബൗൾ ചെയ്യുന്നു അബു താഹിറിന്റെ ആദ്യ പന്തിൽ ഒരു സിംഗിൾ റൺ നേടുന്നു. സ്ട്രൈക്കിൽ പ്രദീപ്. ഒരു ബോൾ അമ്പയർ സിഗ്നൽ.
2 റൺ ഓടി പൂർത്തിയാക്കുന്നു. കഴിഞ്ഞ പന്ത് നോ ബോളായിരുന്നു, പക്ഷേ ഇതിൽ ഫ്രീ ഹിറ്റില്ല. ടൂർണമെന്റിൽ ബൗൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ പ്രദീപ്, നല്ലൊരു ഹെലികോപ്റ്റർ ഷോട്ട്. ഫീൽഡറെയും മറികടന്നുകൊണ്ട് പന്ത് 6ലേക്ക്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപകടകാരിയാണ് പ്രദീപ്. അടുത്ത ബോൾ ഡെക്സണിലേക്ക്. പ്രദീപിന്റെ ബാറ്റിൽ നിന്നൊരു കൂറ്റൻ 6 പിറക്കുന്നു. അങ്ങകലേക്ക് പ്രദീപിന്റെ 6 ബാക്ക് ടു ബാക്ക്. കളി ആവേശത്തിലേക്ക്. ബാക്ക് ടു ബാക്ക് 6 നേടിക്കൊണ്ട് എനർജി 11 എനർജി നൽകുന്നു പ്രദീപ്. അടുത്ത പന്തും ഒരു കൂറ്റൻ ഷോട്ടാണ്, പക്ഷേ ഗ്രൗണ്ടിലാണ് ബോൾ ഉയർന്നിരിക്കുന്നത്. സനു ഫീൽഡർ, പന്ത് 6ലേക്ക്. ഹാട്രിക് 6 നേടുന്നു പ്രദീപിന്റെ ബാറ്റിൽ നിന്ന്. ഹാട്രിക് 6. 7ാമത്തെ ഓവറിൽ അബുവിനെതിരെ പ്രദീപ് ഹാട്രിക് 6 നേടിയിരുന്നു. ഈ ഓവറിലെ 5ാമത്തെ ബോൾ. കളി ആവേശത്തിലേക്ക്. ഫൈനലിന്റെ എല്ലാ ആവേശങ്ങളും. നല്ലൊരു യോർക്കർ ബോൾ, പക്ഷെ അതിലും ഒരു സിംഗിൾ നേടുന്നു. ഓവറിൽ അവസാന ബോൾ. സ്ട്രൈക്കിൽ വിക്കി ഓഫിലേക്ക്. നല്ലൊരു ഷോട്ട്. ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ. ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ. 7 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ. എനർജി 11 73. BCCക്ക് വേണ്ടി 8ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിരിക്കുന്നു ഷാനു. സ്ട്രൈക്കിൽ വിക്കി. ആദ്യ പന്തൊരു സിംഗിൾ. സ്ട്രൈക്ക് കൊടുക്കുന്നു പ്രദീപിന്. എനർജിയുടെ ഡേഞ്ചറസ് ബാറ്ററാണ് പ്രദീപ്, പക്ഷേ ഷാനു കഴിഞ്ഞ ഓവർ നന്നായി പന്തെറിഞ്ഞിരുന്നു. അടുത്ത ബോൾ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ടിൽ ശ്രമിക്കുന്നു. ഡോട്ട് ബോൾ. റിവേഴ്സിന് ശ്രമിക്കുന്നു. വീണ്ടും ഡോട്ട് ബോൾ. ഷാനു വളരെ കൃത്യതയോടെ പന്തെറിയുന്നു. അടുത്ത ബോൾ പ്രദീപ് ഓഫിലേക്ക് ഉയർത്തിടിക്കുന്നു ഫീൽഡർ. നെക്സ്റ്റ് ബോൾ ഷാനു. ഒരു ഡോട്ട് ബോൾ. കഴിഞ്ഞ ഓവറിൽ എനർജി 11 റൺ അടിച്ചു കൂട്ടിയെങ്കിൽ അടുത്ത ഓവർ BCCക്ക് വേണ്ടി മനോഹരമായി പന്തെറിയുന്നു ഷാനു. ഈ ഓവറിൽ റൺ നേടാൻ കഴിഞ്ഞിട്ടില്ല. സിംഗിളുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ബൗണ്ടറികൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എനർജിക്ക്. SCL സീസൺ 1ന്റെ ഫൈനൽ ആവേശത്തിലേക്ക്. ശേഷിക്കുന്ന 48 പന്തുകളിൽ 121 റണ്ണാണ് വേണ്ടത്. ബൗൾ ചെയ്യുന്നു റിയാസ്. ഇന്ന് 3 വിക്കറ്റുകൾ നേടിയിരുന്നു BCCക്ക് വേണ്ടി. തുടക്കത്തിൽ സകല എനർജിയും കളഞ്ഞത് റിയാസിന്റെ ബൗളിംഗ് ആണ്. പക്ഷേ കളി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് എനർജി 11 നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു പ്രദീപ്. അപകടകാരിയാണ് റിയാസിന്റെ അടുത്ത ബോൾ, പക്ഷേ ക്ലിയർ ആകുന്നില്ല ഷോട്ട്. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു വിക്കി. നല്ലൊരു ഷോട്ട് ശ്രമിക്കുന്നു, പക്ഷെ അതും ഒരു സിംഗിളിൽ ഒതുങ്ങുന്നു. കഴിഞ്ഞ ഓവറിലും എനർജിക്ക് ബൗണ്ടറി നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഓവറിലും ബൗണ്ടറികൾ വന്നിട്ടില്ല. 197 വിജയലക്ഷ്യം. അടുത്ത ബോൾ പ്രദീപ്. നല്ലൊരു ബൗളിംഗ് റിയാസ്. യോർക്കർ ബോൾ. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. നല്ലൊരു ഷോട്ട് ലോങ് ഓഫിലേക്ക്. ഫീൽഡർ ഉണ്ട്. നല്ലൊരു ഫീൽഡിംഗ് കൊച്ചു. ഒരു സിംഗിൾ. 3 റൺ സേവ് ചെയ്യുന്നു ഉയർന്ന് ചാടിക്കൊണ്ട്. കൊച്ചു വന്ന പ്രതീക്ഷ കൈകളിൽ ഒതുക്കുന്നു. ആ പന്ത് 3 റൺ BCCക്ക് വേണ്ടി സേവ് ചെയ്യുന്നു. ഓവറിലെ അവസാന ബോൾ. ഈ പന്തല്ല 6 നേടുക പ്രദീപ്. ഉയർത്തടിക്കുന്ന ഒരു നല്ല ഷോട്ട്. 6 അങ്ങക്കലേക്ക്. അവസാന ബോളിൽ 6 വരുന്നു. 42 പന്തുകളിൽ 110 റൺസ് വേണ്ടിയിട്ടിരിക്കുന്നു എനർജിക്ക്. BCCക്ക് വേണ്ടി ബൗൾ ചെയ്യുന്നു ഷാനു. ആദ്യ പന്ത് ഒരു ഡോട്ട് ബോൾ. കൃത്യതയോടെ പന്തെറിയുന്നു ഷാനു. ഒരു സിംഗിൾ റൺ. സിംഗിൾ ഡബിളാക്കി മാറ്റുന്നു. ഷാന്റെ അടുത്ത ബോൾ തട്ടിക്കുന്നു. നല്ലൊരു ഷോട്ട്. സനു ഫീൽഡർക്ക് മുകളിലൂടെ 6ലേക്ക്. വിക്കിയുടെ ബാറ്റിൽ നിന്ന് 6 പിറക്കുന്നു എനർജിക്ക് വേണ്ടി. ഏകപക്ഷീയ
വിജയം സ്വപ്നം കണ്ട BCCക്ക് വിലങ്ങ് തടിയായി വിക്കിയും പ്രദീപും എനർജിക്ക് വേണ്ടി ക്രീസില. കഴിഞ്ഞ പന്തിൽ ഒരു 6 നേടിയിരുന്നു വിക്കി. റിവേഴ്സ് ഷോട്ടിന് ശ്രമിക്കുന്നു, പക്ഷേ ഡോട്ട് ബോൾ. അടുത്ത ബോൾ ഒരു ഫുൾ ടോസ് ബോൾ അകലേക്ക് 6ലേക്ക് പറത്തുന്നു. വിക്കിയുടെ ബാറ്റിൽ നിന്ന് ബാക്ക് ടു ബാക്ക് 6കൾ വരുന്നു. ഈ ഓവറിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എനർജി 11. തിരിച്ചു വരവിന്റെ പാതയില്ല, കളി ആവേശത്തിലേക്ക്. ജയപരാജയങ്ങൾ മാറി മറിയുന്നു. വീണ്ടും വിക്കിയുടെ ബാറ്റിൽ നിന്നൊരു കൂറ്റൻ 6. ഷാന്റെ ഓവറിൽ തുടരെ 6കൾ നേടുന്നു. 3 6കൾ, പട്ടുകൂറ്റൻ 6കൾ. എനർജി 11 നല്ലൊരു പാർട്ണർഷിപ്പ്. വിക്കി ആൻഡ് പ്രദീപ വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 10 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 101. എനർജി 11. എനർജി 11 വേണ്ടി സ്ട്രൈക്കിലുള്ളത് പ്രദീപ. BCCക്ക് വേണ്ടി ന്യൂ ബൗളർ എത്തുന്നു സാത്വിക. കഴിഞ്ഞ ഓവറിൽ എനർജി 11 3 6കളും ഒരു ഡബിൾ അടക്കം 20 റൺ നേടിയിരുന്നു. എനർജി 11 വിജയിക്കാൻ വേണ്ടത് 36 പന്തുകളിൽ 96 റണ്ണാണ്. സാദിഖിന്റെ ആദ്യ ബോൾ ലെഗ് സൈഡിലോട്ടൊരു ഷോട്ട്, പന്ത് 6ലേക്ക്. സ്കോർ ബോർഡ് അവിടെ കാണുന്നു 101. ഈ 6 അടക്കം 107ലേക്ക്. പ്രദീപ ആദ്യ ബോളിൽ തന്നെ 6 നേടുന്നു. 10 ഓവറും ഒരു ബോളും പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 107. ഇനി വേണ്ടത് 35 പന്തുകളിൽ 90 റണ്ണാണ്. സാദിഖ് അടുത്ത പന്തില്ല, ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു വിക്കി. കളി ആവേശത്തിലേക്ക്, ഓപ്പിലേക്ക്. നല്ലൊരു ഷോട്ട്, ഫീൽഡർ പിറകെ. 2 റൺ സേവ് ചെയ്യുന്നു. മനോഹരമായ ഒരു ബോളിംഗ് സാധിക്കണ്ട. നല്ലൊരു ബോളിംഗിൽ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു പ്രദീപ. സ്ട്രൈക്കിൽ പ്രദീപ. ഒരു ഫുൾ ടോസ് ബോളാ, ഡോട്ട് ബോൾ. അവസാന ബോൾ. ആദ്യ പന്ത് 6 വഴങ്ങിയതിനു ശേഷം സാദിഖിന്റെ ശക്തമായൊരു തിരിച്ചു വരവ്, നല്ലൊരു ബൗളിംഗ് പ്രകടനവുമായി. BCC നല്ലൊരു ചർച്ചയിലാണ്. കളി പിടിക്കേണ്ടതുണ്ട്. 5 വിക്കറ്റ് എനർജിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിലും ആര് വിജയിക്കുമെന്ന് ഇപ്പോഴും പറയാൻ. 30 പന്തുകളിൽ 84 റൺ ആവശ്യമായിരിക്കുന്നു. ബൗൾ ചെയ്യുന്നു അബു താഹിർ. സ്ട്രൈക്കിൽ പ്രദീപ്. സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്, ഒരു 4 നേടുന്നു പ്രദീപിന്റെ ബാറ്റിൽ നിന്ന് എനർജിക്ക് വേണ്ടി. ACL സീസൺ 1ന്റെ ഫൈനൽ ആവേശകരം ഒരു ബോളുകളിൽ മാറി മറിയുന്നു. അടുത്ത ബോൾ കൂറ്റൻ ഷോട്ട്, ഫീൽഡർ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. പന്ത് ഒരു ബൗണ്ടറി നേടുന്നു. പ്രദീപ് തുടരെ 2 4കൾ. ഒരു ഓവറിലും വേണ്ട റൺ റേറ്റ് 15 വെച്ചാണ്. എനർജി 11 2-3 ഓവറുകൾ തുടരെ അത് നേടുന്നു. അടുത്ത ബോൾ 6ലേക്ക്. പ്രദീപ് അപകടകാരിയായി മാറുന്നു. എനർജി 11 വേണ്ടി സ്കോർ ഉയർത്തുന്നു. ഇരുവരും രണ്ടുപേരുടെയും വിക്കറ്റുകൾ നിർണായകമാണ്. ഈ പാർട്ട്ണർഷിപ്പ് വിട്ടുപിരിക്കാൻ BCCക്ക് കഴിയുന്നില്ല. വീണ്ടും ഒരു ഫുൾ ടോസ് ബോൾ 6ലേക്ക്. കയ്യിൽ കിട്ടിയ കളിയാണ് BCCക്ക്, പക്ഷേ പ്രഷറിലേക്ക് പോകുന്നു ബൗളേഴ്സ്. പ്രദീപിന്റെ അതിമാരകമായ ബാറ്റിംഗ് എനർജിക്ക് വേണ്ടി. ആര് വിജയിക്കും? ആവേശത്തിലേക്ക്. നല്ലൊരു ബൗളിംഗ്. ഒരു ബൗളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു പ്രദീപ്. റഫീഖിനും പക്ഷേ സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല. പന്ത് ബൗണ്ടറിയിലേക്ക് എഡ്ജെടുത്തുകൊണ്ട് ഒരു 4 കൂടി ലഭിക്കുന്നു. BCC
കളി പിടിക്കേണ്ടിയിരിക്കുന്നു. 4 ഓവറിൽ 58 വേണ്ടത് എനർജിക്ക്. തുടക്കത്തിൽ ആധിപത്യം BCCക്ക് പുലർത്താൻ കഴിയുന്നില്ല. ശക്തമായൊരു തിരിച്ചുവരവ് പ്രദീപ് വിക്കി പാർട്ണർഷിപ്പിലൂടെ എനർജി 11 ഈ കപ്പ് നേടുമോ? നമുക്ക് കാത്തിരിക്കാം. 5 ഓവറാകുമ്പോഴേക്ക് 5 വിക്കറ്റുകൾ നഷ്ടമായ ടീമാണ് ഇപ്പോഴിതാ വിജയത്തിനരികെ. 24 പന്തുകളിൽ വേണ്ടത് 58 റണ്ണാണ്. ഇരുവരും 30 മുകളിൽ സ്കോർ ചെയ്തുകൊണ്ട് ക്രീസിൽ. 25 പന്തുകളിൽ 43 റണ്ണുമായി സ്ട്രൈക്കിൽ വിക്കി. നോൺ സ്ട്രൈക്കിൽ 23 പന്തുകളിൽ 55 റൺസുമായി പ്രദീപ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് 90 മുകളിൽ നേടിയിരിക്കുന്നു. ഇവരാണ് കളി പിടിക്കാൻ എനർജിക്ക് സഹായകമാകുന്നത്. ഒരു വിക്കറ്റിന് സാധ്യതയുണ്ട്. ആ വിക്കറ്റ് പാർട്ണർഷിപ്പ് സനുവിന്റെ കൈകളിൽ. സാദിഖിന്റെ ബൗളിങ്ങിൽ സനു പിടിച്ചുകൊണ്ട് ആ ഒരു ഇന്നിങ്സിന് അവസാനമാകുന്നു. നല്ലൊരു ബാറ്റിംഗ് ആണ് വിക്കി എനർജി 11 വേണ്ടി കാഴ്ചവെച്ചത്. ഏകപക്ഷീയമാകേണ്ടിയിരുന്ന ഒരു മത്സരം ഈ പാർട്ണർഷിപ്പിലൂടെയാണ് വിജയത്തിന് അരികിലെത്തിച്ചിരിക്കുന്നത്. പക്ഷേ വിക്കിയുടെ വിക്കറ്റ് നഷ്ടമാകുന്നു. സനുവിന്റെ ക്യാച്ചിലൂടെ സാദിഖിന്റെ ബൗളിങ്ങിൽ. ബാറ്റർ ആനന്ദ് ആദ്യ പന്ത്. ഒരൗട്ടിന് വേണ്ടിയുള്ള അപ്പീലുണ്ട്. ഡോട്ട് ബോൾ. സാദിഖ് നന്നായി പന്തെറിയുന്നു. BCCക്ക് വേണ്ടി ആദ്യ പന്തിൽ ഒരു വിക്കറ്റ് നേടിയിരുന്നു വിക്കിയുടെ. അടുത്ത ബോൾ ഫീൽഡർ വിട്ട് കളയുന്നു. നല്ലൊരു ഡൈവിംഗ് ക്യാച്ചിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ അബു താഹിറിന് അത് എത്തിപ്പിടിക്കാൻ സാധിച്ചില്ല. സാദിഖിന്റെ നല്ലൊരു ബൗളിങ്. സാദിഖിന്റെ ആദ്യ 3 പന്തുകളിൽ ഒരു സിംഗിൾ മാത്രമാണ് നേടാനായത്. 50 അടിച്ച പ്രദീപ് സ്ട്രൈക്കിലുണ്ട്. സ്ട്രൈറ്റിലോട്ട് നല്ലൊരു ഷോട്ട്. പക്ഷേ ഫീൽഡർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. പന്ത് 6ലേക്ക്. അപകടകാരിയാണ് പ്രദീപ്. പ്രദീപിന്റെ വിക്കറ്റ് വളരെ നിർണായകമാണ്. സാദിഖ് നല്ലൊരു ബൗളിങ്. വൈറ്റ് സിംഗർ അമ്പയർ. വിക്കറ്റ്. അമീൻ ക്യാച്ച് എടുത്തുകൊണ്ട് പ്രദീപിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നു. ഇതാണ് മത്സരം പിടിച്ച ഓവർ. സാദിഖിന്റെ ഈ ഓവറിൽ ആ ഒരു പാർട്ണർഷിപ്പ് 2 ബാറ്റർമാരെയും പുറത്താക്കുന്നു. സാദിഖ്. പ്രദീപ് നല്ലൊരു ഇന്നിംഗ്സ് ആണ് എനർജി 11 വേണ്ടി കളിച്ചത്. കൈവിട്ടുപോയ മത്സരം വിജയത്തിനടുത്തെത്തിച്ചാണ് പ്രദീപിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നത്. പ്രദീപ് വിക്കി പാർട്ണർഷിപ്പാണ് ഈ മത്സരത്തിന് ഇത്രയും ആവേശം കൊണ്ടെത്തിച്ചത്. കളി മാറ്റിമറിക്കുന്നു. സാദിഖിന്റെ ഓവറിൽ 2 വിക്കറ്റുകൾ സാദിഖ് BCCക്ക് വേണ്ടി നേടിയിരിക്കുന്നു. അതും നല്ല ഫോമിൽ ബാറ്റ് ചെയ്തിരുന്ന ആ പാർട്ണർഷിപ്പ് പ്രദീപ് ആൻഡ് വിക്കിയെ ഇരുവരെയും പുറത്താക്കുന്നു. ഈ ഓവറിൽ തിരിച്ചെത്തുന്നു BCC ഈ ഓവറിലൂടെ. ബാറ്റർ 7 ഹിൽസ് ആദ്യ പന്ത്. ഡോട്ട് ബോൾ. മനോഹരമായി കൃത്യതയോടെ വ്യക്തതയോടെ പന്തെറിഞ്ഞുകൊണ്ട് ഈ ഓവർ പിടിക്കുന്നു BCCക്ക് വേണ്ടി. ഈ ഓവർ മാത്രമല്ല, ഫൈനൽ കപ്പാണ് ഈ ഓവറിലൂടെ സാദിഖ് പക്ഷേ BCCക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നത്. കളി വിട്ടുകൊടുക്കാൻ എനർജി 11 തയ്യാറല്ല. ആനന്ദ് അപകടകാരിയായ ബാറ്റർ തന്നെയാണ്. 18 പന്തുകളിൽ വേണ്ടത് 50 റണ്ണാണ്. ആനന്ദ് ക്രീസിലുള്ളിടത്തോളം BCCയുടെ കാര്യങ്ങൾ എളുപ്പമല്ല. ഷാൻ ബൗൾ ചെയ്യുന്നു. ആദ്യ ബോൾ. വൈറ്റ് സിഗ്നൽ അമ്പയർ. ആനന്ദ് 6 നേടുന്നു. ഈ ഓവറിൽ 2ാമത്തെ 6 ആണ് ആനന്ദ് ഷാനെതിരെ നേടുന്നത്. ശക്തമായ ബാറ്റിംഗുമായി ആനന്ദ് കളം നിറയുന്നു എനർജിക്ക് വേണ്ടി. ഈ ഓവറിൽ 2 പന്തുകൾ കൂടി ശേഷിക്കുന്നു. സ്ട്രൈക്കിൽ ആനന്ദ് അടുത്ത പന്തും 3 സിക്സുകൾ. ഹാട്രിക് 6 നേടുന്നു ആനന്ദിന്റെ ബാറ്റിൽ നിന്ന്. എനർജി 11 മത്സരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആവേശകരമായ ഫൈനൽ മത്സരം. അടുത്ത ബോൾ. ഒരു സിംഗിൾ റൺ. തുടക്കത്തിൽ ആധിപത്യം BCCക്ക് പിന്നീട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. വിക്കി പ്രദീപ് കൂട്ടുകെട്ടിലൂടെ നല്ലൊരു ഇന്നിംഗ്സ് കളിച്ച് എനർജിയെ വിജയത്തിലേക്ക് അടുപ്പിച്ച് ഇരുവരെയും സാദിഖ് പുറത്താക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അപകടകാരിയായി മാറുന്നു ആനന്ദ്. വേണ്ടത് 12 പന്തുകളിൽ 27. ബൗൾ ചെയ്യുന്നു സാദിഖിന്റെ ആദ്യ പന്ത്. നല്ലൊരു ബോൾ. സ്ട്രൈക്ക് സിംഗിൾ ഒതുക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു ഫീൽഡിങ് ആൻഡ് ബൗളിങ്. കഴിഞ്ഞ ഓവറിൽ
കൃത്യതയോടെ പന്തെറിഞ്ഞ് 2 വിക്കറ്റുകൾ നേടിയ ബൗളറാണ് സാദിഖ്. ഓ വിട്ട് കളയുന്നു, അവസരം നഷ്ടമാകുന്നു. ഇനി വേണ്ടത് 10 പന്തുകളിൽ 25 റണ്ണാണ്. ജയിക്കാൻ വേണ്ടത് 10 പന്തുകളിൽ 25 റണ്ണ്. ആവേശം. അടുത്ത ബോൾ. സാദിഖിന്റെ കൃത്യമായ ബൗളിംഗിൽ ആനന്ദിന് 6 നേടാൻ സാധിക്കുന്നില്ല. ഇനി 9 പന്തുകളിൽ 25. ആവേശകരം. ആദ്യ സീസണിന്റെ ഫൈനൽ തന്നെ വലിയൊരു ആവേശത്തിലേക്ക് എനർജി 11ഉം BCC ദുബൈയും തമ്മിലുള്ള ആവേശകരമായ ഫൈനൽ മത്സരം. അടുത്ത ബോൾ. വൈഡ് സിഗ്നൽ അമ്പയർ. വേണ്ടത് 3 പന്തുകളിൽ 24. നിങ്ങളിത് കാണുന്നുവെങ്കിൽ ശ്വാസം അടക്കി പിടിച്ച് സാധ്യമാകൂ. അത്രയ്ക്കും ആവേശം. മറിയുന്നു വിജയപരാജയങ്ങൾ. അടുത്ത ബോൾ. സ്ട്രൈക്ക് മാറുന്നില്ല, സിംഗിൾ എടുക്കുന്നില്ല. ബാറ്റർ നോ ബോളിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു. പക്ഷെ ഒരു സകലാവേശങ്ങളും മൂട്ടിയെത്തുന്ന ഒരു ഫൈനൽ മത്സരം. അവസാന ഓവറിൽ വേണ്ടത് 6 പന്തുകളിൽ 22. അപകടകാരിയായ ബാറ്റർ ആനന്ദാണ് സ്ട്രൈക്കിൽ. ബൗൾ ചെയ്യുന്നു റിയാസ്. ആദ്യ പന്ത് റൺ ഓടുന്നില്ല. സ്ട്രൈക്ക് ആനന്ദ് തന്നെ നിലനിർത്തുന്നു. 4 സിക്സുകൾ നേടേണ്ടിയിരിക്കുന്നു. 22. റിയാസ് ശബുദ്ദീൻ. അടുത്ത ബോൾ. ഒരു കൂറ്റൻ ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. സ്ട്രൈക്ക് എടുത്തുകൊണ്ട് കളിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇനി വേണ്ടത് 16 റണ്ണാണ് 4 പന്തുകളിൽ. ആര് നേടും ഈ കപ്പ്? ആവേശകരം. 4 പന്തുകളിൽ 16. അടുത്ത ബോൾ. ഒരു ഡോട്ട് ബോൾ. വൈഡ് സിഗ്നൽ അമ്പയർ. ആവേശകരം ഫൈനൽ. നല്ലൊരു ഷോട്ട്. പക്ഷെ ഫീൽഡർ ഉണ്ട്. ഫീൽഡ് ചെയ്യുന്നു സാദിഖ് അതിമനോഹരമായി കൊണ്ട്. നല്ലൊരു ബൗളിംഗ്, നല്ലൊരു ഫീൽഡിങ്. കൈയടിക്കുന്നു ക്യാപ്റ്റൻ അമീൻ. ആവേശം ഫൈനൽ. ആവേശം. ഇനി 3 പന്തുകളിൽ 15 റണ്ണ്. സ്ട്രൈക്കിൽ ആനന്ദ് വിടും. ഇനി വേണ്ടത് 2 പന്തുകളിൽ 9 റണ്ണാണ്. ഒരു കൂട്ടൻ 6ലൂടെ എനർജി 11. ആര് വിജയിക്കും ഈ മത്സരം? ഇതുപോലൊരു ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എടുത്തെങ്ങാനും പറയൂ. 2 പന്തുകളിൽ വേണ്ടത് 9 റൺസാണ്. ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അടുത്ത പന്ത്. ഒരു കൂറ്റനടി. നല്ലൊരു ഷോട്ടാണ്. ഫീൽഡർ സനുവിന്റെ കൈകളിൽ വിജയം ഉറപ്പിക്കുന്നു. എങ്കിലും ആനന്ദ് പോരാടിക്കൊണ്ട് തന്നെയാണ് മടങ്ങുന്നത്. നല്ലൊരു ബാറ്റിംഗ് പ്രകടനം. കാണികൾ ആവേശത്തിലേക്ക്. ആനന്ദ് അവസാനം വരെ പൊരുതിക്കൊണ്ടാണ് മടങ്ങുന്നത്. കൈയടിക്കേണ്ട ഇന്നിങ്സ് ആണ്. നല്ലൊരു ക്യാച്ച് എടുക്കുന്നു ബൗണ്ടറി ലൈനിൽ സനു സുബൈർ. റിയാസിന്റെ ബൗളിംഗില് ഒരു മത്സരം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികളെ നിങ്ങൾക്ക് ഇത് നഷ്ടമാണ്. എൻ്റെ ചാനലിന് വേണ്ടി പറയുന്നതല്ല. അത്രയ്ക്കും ആവേശം. ACL സീസൺ ഫസ്റ്റിന്റെ ഈ ഫൈനൽ എത്ര മനോഹരമാണ്, എത്ര ആവേശമാണെന്ന്, എത്ര ആവേശകരമായിരുന്നു ഈ മത്സരമെന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അത്രയ്ക്ക് അവസാന ബോൾ വരെ. അവസാന ബോൾ 9 റണ്ണാണ്. കൂറ്റൻ ഷോട്ട് 6ലേക്ക്. പക്ഷേ 2 റണ്ണിന്റെ വിജയം. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആദ്യ ബോളിൽ തന്നെ 6 നേടിയെങ്കിലും 2 റൺസിന്റെ വെറും 2 റൺസിന്റെ വിജയമാണ് BCC കരസ്ഥമാക്കുന്നത്. ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു. എനർജി 11ഉം BCCയും തമ്മിലുള്ള ആ തുടക്കത്തിൽ തന്നെ 4 വിക്കറ്റുകൾ എനർജിയുടെ നഷ്ടമായെങ്കിലും പിന്നീട് പ്രദീപ് വിക്കിയിലൂടെ തിരിച്ചെത്തി ആനന്ദിലൂടെ വിജയത്തിലേക്ക് അടുത്തതാണ്. പക്ഷേ നിർഭാഗ്യം അതല്ലെങ്കിൽ ആവേശം, കളിയുടെ ആവേശം കൊണ്ട് മാത്രമാണ് BCC പിന്നീട് പിടിച്ചെടുക്കുന്നത്. ആവേശം നിറഞ്ഞ ഫൈനലിൽ BCC വിജയിക്കുന്നു 2 റൺസിന്. നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് എനർജി 11 കീഴടങ്ങുന്നത്. വിജയപരാജയങ്ങൾ മാറി മറിഞ്ഞൊരു മത്സരം. അവസാനം വരെ എന്തൊരാവേശമായിരുന്നു ആദ്യ സീസണിന്റെ ഈ ഫൈനൽ മത്സരം. കപ്പടിച്ചത് BCC ആണെങ്കിലും മനം കവർന്നത് എനർജി 11 എന്ന് പറയേണ്ടിയിരിക്കുന്നു.
പ്രദീപ്, വിക്കി, ആനന്ദ്. എന്തൊരു ബാറ്റിംഗ് ആയിരുന്നു. തുടക്കത്തിൽ 4 വിക്കറ്റ് വീണ് തകർച്ച നേരിട്ടതിന്റെ ശേഷം എനർജിയോടെയുള്ള ഒരു തിരിച്ചുവരവ്. അതിമനോഹരമായി വാശിയേറിയ മത്സരത്തിൽ 2 റൺസിന്റെ വിജയം. തോറ്റിട്ടില്ല, രണ്ടാമന്മാരാണ്. എനർജി 11 പ്രോത്സാഹനമാണ്.